നമ്മൾ താമസിക്കുന്ന വാർഡിൽ നമുക്ക് കോർപ്പറേഷനിലെ വോട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മളൊരു ബേസിക് ക്രൈറ്റീരിയയാണ്. അത് നമുക്ക് ശ്രദ്ധിക്കണം. ചലച്ചിത്ര സംവിധായകൻ VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഡിവിഷനാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കല്ലായി ഡിവിഷൻ എന്ന് പറയുന്നത്. അവിടെ LDF ഒരു പൊതു സ്വതന്ത്രനെയാണ് മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നത്. കോഴിക്കോടുകാർക്ക് അദ്ദേഹം ഏറെ സുപരിചിതനാണ്. വിനീഷ് വിദ്യാധരനാണ് LDFിൻ്റെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വിനീഷ് വിദ്യാധരൻ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പൊതു സ്വതന്ത്രനായി താങ്കൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാണ്. ഒരുപാട് സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ ഭാരവാഹിത്വത്തിലുള്ള ആൾ എന്ന രീതിയിൽ വിനീഷ് വിദ്യാധരൻ നമുക്കൊക്കെ സുപരിചിതനാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്നെ നിർബന്ധപൂർവ്വം ഞാൻ വളരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഒക്കെ എന്നോട് നിർബന്ധിച്ചപ്പോൾ എനിക്കിതൊന്നും ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുണ്ട് നമുക്ക് കുറച്ചും കൂടിയും ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന്, പണ്ട് മുതലുള്ളൊരു ശീലമാണ് ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു വലിയ അവസരം കൂടിയാണതെന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയതൊരു ദൈവനിയോഗമായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു വിളി പോലെ പിന്നീട് എനിക്ക് അനുഭവപ്പെട്ടു അത്. അപ്പോൾ ആ നമ്മളൊരു നിയോഗമാണ്, അത് പൂർത്തീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പിന്നെ അങ്ങ് ഇറങ്ങി. LDF സ്വതന്ത്രനായിട്ടാണ് താങ്കളെ മത്സരിപ്പിക്കുക. അതെ, നമ്മളെല്ലാവരുടെയും ആളാണ്. അതാണ് അതിൻ്റെ പിന്നിലെ ഒരു ഇത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ, പ്രത്യേകിച്ച് കല്ലായി എന്ന് പറയുമ്പം ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ്. പല ഗാനങ്ങളും കല്ലായിയുടെ പേരിൽ നിരവധി ഗാനങ്ങൾ നമുക്കറിയാം. അത് ഫർണിച്ചർ ബിസിനസ്. അപ്പോൾ ഫർണിച്ചർ ബിസിനസ്സൊക്കെ നമ്മളിപ്പോൾ ഈ കല്ലായി ഡിവിഷനിൽ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെ പണ്ടത്തെ അതിൻ്റെ ഒരു മേന്മയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ സുഹൃത്തുക്കൾ ഇതിൻ്റെ ഇവിടെ ഫർണിച്ചർ നടത്തുന്ന കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഇഷാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പ്രദേശം കുറച്ചും കൂടിയൊക്കെ കൂടുതൽ സുന്ദരമാക്കാൻ സാധിച്ചാൽ ദേവാനന്തരം നടന്നാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. വിനീഷ് വിദ്യാധരൻ ഗായകൻ കൂടിയാണ്. നമുക്ക് ഗാനങ്ങളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. അതിനു മുൻപ് എതിരെ നിൽക്കുന്ന ഒരു സംവിധായകനാണ്. രണ്ട് കലാകാരന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകത കൂടി. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം നിർബന്ധപ്രകാരം ഞാനും എൻ്റെ വൈഫും കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത മറുപടി എന്ന ചിത്രത്തിൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു രീതി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ എടുത്തു, അത്രയേ ഉള്ളൂ. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിയോഗമായി കാണുന്നു. പക്ഷേ അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ആ വോട്ടില്ലാത്തത് എങ്ങനെയാണ്? ഒരു എതിർ സ്ഥാനാർത്ഥി നമ്മളെന്തായാലും മത്സരരംഗത്തേക്ക് ഇറങ്ങി, ഇനിയിപ്പോൾ അവിടെ എതിർ സ്ഥാനാർത്ഥിയാണ് സൗഹൃദത്തിനപ്പുറത്തേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഇനിയിപ്പോൾ എതിർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ താങ്കൾക്ക് അനുകൂലമായി വരുമോ? എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അങ്ങനെ ഞാനിപ്പോൾ മീഡിയയിലൊക്കെ കണ്ട ഒരു അറിവേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയാം. കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ നമ്മളൊക്കെ ഉറപ്പ് വരുത്തണം. നമ്മളെ വാർഡിൽ, നമ്മൾ താമസിക്കുന്ന വാർഡിൽ നമുക്ക് കോർപ്പറേഷനിലെ വോട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മളൊരു ബേസിക് ക്രൈറ്റീരിയയാണ്. അത് നമുക്ക് ശ്രദ്ധിക്കണം. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാനല്ല ആദ്യം ശ്രദ്ധിച്ചത്, എന്നോട് ആവശ്യപ്പെട്ട നേതാക്കൾ തന്നെ ആദ്യം ഇത് ഉറപ്പിച്ചു. അതിനെനിക്ക് അവരോടിപ്പോൾ വളരെയധികം ബഹുമാനം തോന്നുകയാണ്. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഈ വാർഡിൽ തന്നെയുള്ള ഞങ്ങളുടെ ഒരു LDF നേതാവ്, അദ്ദേഹം ആദ്യം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞത് വിനീഷ് നിൻ്റെ വോട്ടിൻ്റെ ഡീറ്റെയിൽസ് അയക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിനെന്ന് ഞാൻ മനസ്സിലാക്കുക. അന്ന് എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. പക്ഷേ ഈ ഗുരുതരാവസ്ഥ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം അതാ എക്സ്പീരിയൻസ്. നമ്മൾ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മൾ ആറ്റിറ്റ്യൂഡ് തീരുമാനിക്കുന്നതിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾ എക്സ്പീരിയൻസ് അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ചെറിയ കാലയളവിൽ ഈ ഇലക്ഷൻ്റെ ഈ ചെറിയ ദിനങ്ങളിൽ ഞാൻ ഒരു വലിയ പാഠം അതിലൂടെ പഠിച്ചു എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തിൻ്റെ കാര്യത്തിൽ പറയാം. അക്കാര്യത്തിൽ VM വിനുവിനും കോൺഗ്രസിനൊക്കെ ജാഗ്രതക്കുറവ് പറ്റിയിട്ടുണ്ടല്ലേ? അല്ല, അത് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവം എന്നോട് അദ്ദേഹം ചോദിച്ചു, എൻ്റെ നേതാവ് എൻ്റെ അടുത്ത് ചോദിച്ച ആ ചോദ്യം, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലാക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കത്തില്ല. താങ്കൾ വളരെ മനോഹരമായി പാട്ടുകൾ പാടുന്നൊരു ഗായകനാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് ഗാനമായല്ലോ. എന്തായാലും ഒരു രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലാകുമ്പോൾ ഒരു നല്ല മനോഹരമായ ഗാനം ഏതാ പാടുന്നത്? അല്ല, പാടാൻ പറഞ്ഞാൽ നമ്മൾ കല്ലായിൽ നിൽക്കുമ്പോൾ കല്ലായിയെ കുറിച്ച് പാട്ടല്ലാതെ വേറൊരു പാട്ട് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നില്ലല്ലോ. കല്ലായി കടവ് തന്നെ ആദ്യം ജയേട്ടൻ, പ്രിയപ്പെട്ട ജയേട്ടൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു P. ജയേന്ദ്രൻ. അദ്ദേഹം പാടി M. ജയേന്ദ്രനാണത് മ്യൂസിക് ചെയ്തത്. ജയേട്ടൻ്റെ പാട്ട് തന്നെ. കല്ലായി കടവത്തെ
കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൽ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. എന്തായാലും കല്ലായിക്കടവത്ത് മനോഹരമായി പാടിക്കൊണ്ട് മഴ പെയ്ച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതുപോലെ വിജയവും പെയ്യിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഇത് വിനീഷ് വിദ്യാധരൻ നല്ലൊരു ഗായകനാണ്, അതിൽ വലിയൊരു പൊതുരംഗത്ത് സ്ഥിരമായി ഇടപെടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ കല്ലായിയിൽ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.